യൂറോ ബിസിനസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായി ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുന്നതാണ്. ആദ്യം കാണുന്ന വിൻഡോയിൽ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. ഡീഫോൾട്ടായി അഡ്മിൻ യൂസർ നെയിം പാസ്വേഡ് സ്മോൾ ലെറ്റർ എ ആണ്. യൂസറിനെ പാസ്വേഡ് മാറ്റി ഉപയോഗിക്കാൻ കഴിയും. യൂറോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ചാപ്റ്റർ 1ലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറിൽ കേവല പരിജ്ഞാനമുള്ള ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് യൂറോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നിർമ്മാതാക്കൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യൂറോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയൽ കേട്ടുകഴിയുമ്പോൾ വളരെ ലളിതമായി തന്നെ ഏതൊരാൾക്കും യൂറോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. യൂറോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയലിൽ പ്രധാനമായും 5 മെനുവാണ് ഉള്ളത്. മാസ്റ്റർ, ട്രാൻസാക്ഷൻസ്, റിപ്പോർട്ട്സ്, ടൂൾസ്, ഹെൽപ്സ്. നാം ഇവിടെ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന മെനു മാസ്റ്റർ ആണ്. മാസ്റ്ററിൽ കമ്പനി, ബ്രാഞ്ച്, നരേഷൻ, സ്റ്റോക്ക്, യൂസർ മാനേജ്മെൻറ്റ്, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. മാസ്റ്ററിൽ ആദ്യത്തേത് കമ്പനി. കമ്പനിയിൽ നമുക്ക് നിലവിലുള്ള കമ്പനികൾ സെലക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ന്യൂ കമ്പനിയിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ കമ്പനികൾ ക്രിയേറ്റ് ചെയ്യാനും കഴിയും. അടുത്തത് ബ്രാഞ്ച്. ബ്രാഞ്ചുകളുള്ള സ്ഥാപനമാണെങ്കിൽ നമുക്കിവിടെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ബ്രാഞ്ചിൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. മൂന്നാമത്തെ മെനു നരേഷൻ ആണ്. നരേഷൻ മാസ്റ്റർ ഫോമിൽ കൂടുതൽ ആയി ഉപയോഗിക്കുന്നവ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ഇവിടെ സേവ് ചെയ്ത എല്ലാ നരേഷൻസും നമുക്ക് വൗച്ചർ ഫോമിൽ നരേഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത മെനു സ്റ്റോക്ക്. സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോക്ക് മാസ്റ്റർ ഫോം ഓപ്പൺ ആകും. ഇതിൽ ആദ്യം സ്റ്റോക്ക് കോഡ് ആണ്. ഇവിടെ സ്റ്റോക്ക് കോഡ് ടൈപ്പ് ചെയ്യുകയോ അതല്ല ബാർകോഡുള്ള ഉൽപ്പന്നമാണെങ്കിൽ ബാർകോഡ് ലോഡ് ചെയ്യുകയോ ചെയ്യണം. ബാർകോഡ് പ്രിൻ്റ് വേണമെങ്കിൽ മുകളിലുള്ള ബാർകോഡ് മെനുവിൽ ടിക്ക് മാർക്ക് ചെയ്യണം. അടുത്തത് സ്റ്റോക്ക് ഗ്രൂപ്പ്. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് വൈസ് സ്റ്റോക്ക് റിപ്പോർട്ട് ആവശ്യമെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയോ ന്യൂ ക്ലിക്ക് ചെയ്ത് പുതിയത് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യാം. അടുത്തത് പർട്ടിക്കുലേഴ്സ്. ഇവിടെ നമുക്ക് ഉൽപ്പന്നത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതായിരിക്കും സെയിൽ ബില്ലിൽ വരുന്നത്. മെഷേഴ്സ്. യൂണിറ്റ്സ് ഏതാണോ അത് സെലക്ട് ചെയ്യുകയോ ന്യൂ ക്ലിക്ക് ചെയ്ത് പുതിയത് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ടൈപ്പ്. സാധാരണ ഷോപ്പുകൾക്ക് ആണെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സും മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും കറൻറ്റ് സ്റ്റോക്കും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. മിനിമം സ്റ്റോക്ക്, മാക്സിമം സ്റ്റോക്ക് ഇവിടെ നൽകാം. അടുത്തത് പർച്ചേസ് പ്രൈസ്, സെയിൽസ് പ്രൈസ്, റീറ്റെയിൽ പ്രൈസ്, MRP, ടാക്സ് റേറ്റ് എന്നിവ നൽകാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം. കൂടാതെ മോർ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും ആവശ്യമുള്ളത് മാത്രം ടൈപ്പ് ചെയ്യാവുന്നതാണ്. സേവിൽ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അടുത്തത് യൂസർ മാനേജ്മെൻറ്റ്. അഡ്മിനെ യൂസറെ ക്രിയേറ്റ് ചെയ്യാനും പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും ഉള്ളത്. അടുത്തത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിൽ
ഇത് വളരെ പ്രാധാന്യം ഉള്ള ഫോമാണ്. ഇവിടെയാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിൻ്റെ പേര് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ഏത് അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ താഴെ വരുന്നതാണ് എന്ന് ആദ്യം സെലക്ട് ചെയ്യണം. അക്കൗണ്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. ഡേറ്റ് കറക്റ്റ് ചെയ്യുക. മറ്റുള്ള വിവരങ്ങൾ ആവശ്യമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെഡ് കളർ സ്റ്റാർ മാർക്ക് ഉള്ള കോളങ്ങൾ നിർബന്ധമായി പൂരിപ്പിക്കേണ്ടതാണ്. കൂടാതെ മോർ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും ആവശ്യമുള്ളത് മാത്രം ടൈപ്പ് ചെയ്യാവുന്നതാണ്. റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെങ്കിൽ പേര്, കമ്മീഷൻ എന്നിവ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ക്ലോസ് ചെയ്യുക.